ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഉണ്ണിമിശിഹായുടെ പിറവി തിരുനാളിനായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്ന ഏതൊരു ദൈവ പൈതലും നിർബന്ധപൂർവം വായിച്ച് ധ്യാനിച്ച് ഹൃദ്യസ്ഥമാക്കേണ്ട സുപ്രധാനമായ തിരുവചന ഭാഗങ്ങളിൽ ഒന്നാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവാക്യങ്ങൾ. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവീശോ മിശിഹായുടെ ജനന രഹസ്യവുമായി ബന്ധപ്പെട്ട ദൈവീക ഇടപെടലും ദൈവീക രഹസ്യങ്ങളും അനാവരണം ചെയ്യുകയാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ്റെ ലക്ഷ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇത് മറിയത്തിനുള്ള മംഗളവാർത്ത എന്ന നിലയിലാണ് നൽകപ്പെടുന്നത് എങ്കിൽ, രേഖപ്പെടുത്തപ്പെടുന്നത് എങ്കിൽ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം ഇത് ജോസഫിനുള്ള മംഗളവാർത്ത എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇത് മറിയത്തിനും ജോസഫിനും വേണ്ടി എഴുതി വയ്ക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമല്ല, മറിച്ച് തിരുസഭയുടെ ആരംഭം മുതൽ യുഗാന്ത്യം വരെ ക്രിസ്തു സംഭവത്തെക്കുറിച്ച് പഠിക്കുവാൻ, അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യ വ്യക്തിക്കും വേണ്ടി എഴുതി വയ്ക്കപ്പെട്ട തിരുവചന ഭാഗമാണ് ഇത്. ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെ സംഭവിച്ചു? ക്രിസ്തു ആരാണ്? അവനെ എന്തുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം എന്ന നിലയിലാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തെ, സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിലും വളരെ സ്വാഭാവികമായും ഉയർന്നിരുന്ന ഒരു ചോദ്യമാണ് ക്രിസ്തുവിൻ്റെ ജനനം എപ്രകാരം സംഭവിച്ചുവെന്ന്. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുക. സ്നേഹമുള്ളവരെ, മത്തായി ശ്ലീഹ ഈ വചനഭാഗം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത് തന്നെ. അതിൻ്റെ കാരണം മറ്റ് ആമുഖങ്ങൾക്കൊന്നും നിൽക്കാതെ ജനനം, യേശുവിൻ്റെ ജനനത്തിൻ്റെ പുറകിലുള്ള ദൈവീക രഹസ്യം മനസ്സിലാക്കിപ്പിച്ച് തരാൻ, ഈശോയുടെ ജനനത്തിൻ്റെ പുറകിലുള്ള ദൈവീക രഹസ്യം അനാവരണം ചെയ്യലാണ് ലക്ഷ്യമെന്ന് സ്പഷ്ടമാക്കിക്കൊണ്ട് തന്നെ സുവിശേഷകനിത ഈ വചനഭാഗം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മറിയത്തിന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന നിലയിലാണ് ലൂക്കാ സുവിശേഷകൻ ഈ വചനഭാഗത്തെ അവതരിപ്പിക്കുന്നത് എങ്കിൽ, ജോസഫിന് ഈശോയുടെ ജനനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന നിലയിലാണ് മത്തായി ശ്ലീഹ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം അല്ലെങ്കിൽ ഈ വാക്യം മനസ്സിലാക്കാൻ യഹൂദരുടെ വിവാഹ മതാചാരങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് വിവാഹം നടക്കുക. അത്രയും സമയം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം വരെയുള്ള നാളുകൾ പിതൃഭവനത്തിൽ തന്നെയായിരിക്കും ഈ പെൺകുട്ടി കഴിയുക. എങ്കിലും ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ തന്നെയാണ് അവർ അറിയപ്പെടുന്നത്. പക്ഷേ അവർ താമസിക്കുന്നത്, പെൺകുട്ടി താമസിക്കുന്നത് തൻ്റെ പിതൃഭവനത്തിൽ തന്നെയായിരിക്കും. പിതൃഭവനത്തിൽ താമസിക്കുന്ന മറിയം തൻ്റെ ജീവിത പങ്കാളിയായ ജോസഫുമായി സഹവസിക്കുന്നതിന് മുൻപ് തന്നെ ഇതാ ഉദരത്തിൽ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. ഈ കുഞ്ഞിനെ മറിയം ഗർഭം ധരിക്കുന്നത് മാനുഷികമായ രീതിയിൽ അല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ ആവാസഫലമായി ആയിരുന്നുവെന്ന വലിയ ദൈവീക രഹസ്യത്തെയാണ്, ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധമുള്ള ദിവ്യ രഹസ്യത്തെയാണ് മത്തായി ശ്ലീഹ ഈ ഒരു വാക്യത്തിലൂടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വർഷത്തേക്ക് ഭാര്യ തൻ്റെ പിതൃഭവനത്തിൽ തന്നെയാണ് താമസിക്കുക. ഒറ്റ വാക്യത്തിൽ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട രഹസ്യം എന്താണോ അത് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ ഇവിടെ നടത്തുന്നത്. ഈശോയുടെ പിതാവ് യഥാർത്ഥത്തിൽ ജോസഫ് അല്ല എന്ന്, മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫ് അല്ല ഈശോയുടെ യഥാർത്ഥ പിതാവ് എന്ന്, മറിച്ച് ദൈവാത്മാവിനാലാണ് ഈശോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരം ഒരുക്കപ്പെട്ട് അങ്ങനെ ഉദരത്തിൽ ജാതനായത് എന്ന വലിയ സത്യത്തെയാണ് മത്തായി ശ്ലീഹ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ, ആദ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരം: പരിശുദ്ധാത്മാവ് സൃഷ്ടിയിൽ പ്രവർത്തന നിരതനായിരുന്നതിനെക്കുറിച്ചുള്ള തിരുവാക്യം ഇപ്രകാരമാണ്: ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചിരുന്നു. സൃഷ്ടിയുടെ ആദ്യ നിമിഷം മുതൽ പ്രവർത്തന നിരതനായിരുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ ജാതനാകുന്നതിന്, ഈശോ വന്ന് പിറക്കുന്നതിന് ഒരുക്കുന്നത് എന്ന ദൈവീക രഹസ്യത്തെ മത്തായി ശ്ലീഹ നമുക്ക് മുൻപിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദിയിൽ സകലതിനും ജീവൻ നൽകിയ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവപുത്രൻ്റെ ജനനത്തിലും ഇടപെടുന്നത് എന്ന സത്യത്തെ ഇതാ മത്തായി ശ്ലീഹ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എന്ന സത്യം ഗ്രഹിക്കാനും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് സൃഷ്ടിയുടെ ആദ്യ നിമിഷം മുതൽ പ്രവർത്തന നിരതനായത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് കന്യകാമറിയത്തിൻ്റെ ഉദരത്തെ ഒരുക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ദൈവീക രഹസ്യം മനസ്സിലാക്കാൻ ഏതൊരു സാധാരണ വിശ്വാസിക്കും കൃപ നൽകുന്നത് എന്ന സത്യത്തെ കൂടെ ഇവിടെ നമ്മൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം എഴുതപ്പെട്ടതിൻ്റെ പുറകിലും പരിശുദ്ധാത്മാവിൻ്റെ തന്നെ പ്രവർത്തനമാണ് എന്ന ആത്യന്തിക സത്യവും നമ്മളിവിടെ തിരിച്ചറിയുന്നു. യേശുക്രിസ്തുവിൻ്റെ വ്യതിരിക്തത എന്ന് പറയുന്നത് മറ്റു ലോക നേതാക്കളിൽ നിന്ന്, മത നേതാക്കളിൽ നിന്ന്, ഈ ഭൂമിയിൽ പിറന്ന മറ്റേതൊരു വ്യക്തിയിൽ നിന്നും ഈശോ വ്യത്യസ്തനായിരിക്കുന്നത്, ഈശോയുടെ വ്യതിരിക്തത എന്ന് പറയുന്നത് കേവലം കർത്താവ് ഈശോ മിശിഹായുടെ വാക്കുകളോ അതോ പ്രവൃത്തിയോ അതല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും യോജിക്കുന്ന ജീവിതമോ മാത്രമല്ല, മറിച്ച് അവിടുത്തെ വ്യതിരിക്തത അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ ജനനത്തിലും കൂടെ ഉണ്ട് എന്ന കാര്യം. മാനുഷികമായ രീതിയിലുള്ളൊരു ജനനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് സ്വയമേവ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലൂടെ ഇത് ഭൂമിയിലേക്ക് സംജാതനാകാൻ അല്ലെങ്കിൽ കടന്നു വരാൻ തയ്യാറാകുന്ന വലിയ രഹസ്യത്തെയാണ് ഇവിടെ നമുക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ഉദരത്തിലേക്ക്, കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലേക്ക് കടന്നു വന്ന് ഉദരത്തിൽ വസിച്ച് പിന്നീട് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ദൈവപുത്രനെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ദൈവിക രഹസ്യമാണ് ദൈവികമായ ഇടപെടലും മനുഷ്യൻ്റെ സഹകരണവും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരം പരിശുദ്ധ അമ്മ ഇതാ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോൾ ഇതാ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ജാതനായി തീരുന്ന ഈശോ. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടലും മനുഷ്യൻ്റെ സഹകരണവും രണ്ടും കൂടെ നടക്കുന്ന ഈ ഒരു അത്ഭുതകരമായ ദൈവിക യാഥാർത്ഥ്യത്തെ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈശോയിലുള്ള പരിപൂർണമായ ദൈവത്വം, ഈശോയിലുള്ള പരിപൂർണമായ മനുഷ്യത്വം, അല്ലെങ്കിൽ ഈശോ മനുഷ്യനുമായിരുന്നു പരിപൂർണ ദൈവവുമായിരുന്നു എന്ന മഹാദിവ്യ രഹസ്യത്തെ കൂടെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരക്ഷയ്ക്ക് മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ
മനുഷ്യൻ്റെ പരിശ്രമമോ മനുഷ്യൻ്റെ പ്രയത്നമോ ഒന്നുമല്ല രക്ഷയ്ക്ക് കാരണമാകുന്നത്. നേരെ മറിച്ച് മുൻകൈ എടുക്കുന്നത്, രക്ഷയ്ക്ക് മുൻകൈ എടുക്കുന്നത് ദൈവം തന്നെയാണ്. തീർച്ചയായും നമ്മൾ ആ ദൈവിക പദ്ധതിയോട് സഹകരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പുനഃസൃഷ്ടി അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്ന ദൈവം തന്നെയാണ് മനുഷ്യനല്ല എന്ന സത്യം സ്പഷ്ടമാക്കുന്ന മനുഷ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനോട് ചേർന്ന് പോകുന്ന സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന, ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ, അല്ലെങ്കിൽ പിന്നീട് വചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പിന്നീട് കാണുന്ന ചില പദങ്ങളോട് ഇതിനെ ചേർത്ത് വെച്ച് നമുക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പദമാണ് ശൂന്യമായ കല്ലറ. അതായത് ഈശോയുടെ മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ കല്ലറ ശൂന്യമായിരുന്നു. ആ കല്ലറയിൽ ഈശോയുടെ ശരീരം ഉണ്ടായിരുന്നില്ല. ഈ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതല്ല, മറിച്ച് ഈശോ ദൈവിക ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈശോയെ ദൈവമാണ് ഉയർപ്പിക്കുന്നത്, അല്ലാതെ മറ്റാരോ മോഷ്ടിച്ചു കൊണ്ടുപോയ ശരീരമല്ല. ഈശോ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ദൈവികമായ പ്രവൃത്തിയാണ്, മാനുഷിക പ്രവൃത്തിയല്ല. എന്നതുപോലെ തന്നെ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ വന്നതും ഒരു മാനുഷിക പ്രവൃത്തിയല്ല, ദൈവിക പ്രവൃത്തിയാണ്. കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ ജാതനായത് ഒരു ദൈവിക പ്രവൃത്തിയാണ്. കല്ലറയിൽ നിന്ന് ഈശോ ഉയർപ്പിക്കപ്പെട്ടത് ഒരു ദൈവിക പ്രവൃത്തിയാണ്. ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാമെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു താരതമ്യ പഠനം എങ്ങനെയാണ്? യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ആരെയും അതുവരെയും അടക്കാതിരുന്ന കല്ലറയായിരുന്നു. അതുപോലെ ഈശോ കയറിയ ആ കഴുതയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആരും അതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത. ഈശോ യാത്ര ചെയ്ത് സഞ്ചരിച്ച കഴുതയെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്ന ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും അവൾ കന്യകയായിരുന്നു. അത് പരിശുദ്ധയമ്മ കന്യകയായിരുന്നു, പരിശുദ്ധയായിരുന്നു. ഈ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലാണ് ഈശോ ജാതനായത് എന്ന യാഥാർത്ഥ്യത്തെ ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് തുടർന്ന് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതനാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ ആക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫിനെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ഒറ്റ വാക്ക് ആണ് നീതിമാൻ എന്ന പദം. ജോസഫ് നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൻ്റെ നീതിസങ്കല്പവും പുതിയ നിയമത്തിൻ്റെ നീതിസങ്കല്പവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സുവിശേഷകൻ ജോസഫിനെ നീതിമാൻ എന്ന വാക്കുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം നീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, എല്ലാ നന്മകളുടെയും സുഹൃതങ്ങളുടെയും പ്രതീകം എന്ന അർത്ഥത്തിൽ കൂടെയാണ് ജോസഫിനെ നീതിമാൻ എന്ന പദം കൊണ്ട് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത്. ജോസഫ് നീതിമാനായിരുന്നു. സുഹൃതം നിറഞ്ഞ, പുണ്യം നിറഞ്ഞ, എല്ലാ നന്മകളും നിറഞ്ഞ ഒരു മാതൃകാ പുരുഷനായി ജോസഫിനെ സുവിശേഷകൻ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കാരണം പഴയ നിയമജനതയുടെ കാഴ്ചപ്പാടിൽ, യഹൂദരുടെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ പഴയ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, അഥവാ വിവാഹത്തിനു മുൻപ് ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്രകാരമാണ്: അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ പടിവാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ ദേശത്തെ നഗരത്തിലെ യുവാക്കൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം.
വിവാഹത്തിന് മുൻപ് ഗർഭിണിയാകുന്ന ഒരു പെൺകുട്ടിക്ക് നടപ്പാക്കാൻ വേണ്ടി വിധിച്ചിരുന്ന ശിക്ഷ ഇപ്രകാരമാണെന്ന് നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇനി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി സഹവസിക്കുന്നതിന് മുൻപ് അവൾ തൻ്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ വ്യക്തിയുടെ, അതായത് ഭർത്താവിൻ്റെ, വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭർത്താവ് എന്നിനെയാണ് പദം കൊണ്ടാണ് അവിടെ വിളിക്കപ്പെടുക, ഈ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് നിയമത്തിൻ്റെ മുൻപിൽ അവളെ കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ജോസഫ് ഇവിടെ ആ നിയമം പാലിക്കുന്നില്ല. പഴയ നിയമത്തിൻ്റെ ഈ നിയമം അല്ലെങ്കിൽ ഈ ഒരു അനുശാസനം ജോസഫ് പാലിക്കുന്നില്ല. അങ്ങനെയുള്ള ജോസഫ് നിയമത്തിൻ്റെ മുൻപിലേക്ക് മറിയത്തെ കൊണ്ടുവരാതെ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ജോസഫിനെ നോക്കിയാണ് സുവിശേഷകൻ വിളിക്കുന്നത് നീതിമാൻ എന്ന്. യഹൂദ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിയമം ലംഘിക്കുന്ന ജോസഫ്, എന്നിട്ടും ആ ജോസഫിനെ നോക്കി സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നു നീതിമാൻ എന്നും. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൻ്റെ നീതിസങ്കല്പവും പുതിയ നിയമത്തിലെ നീതിസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം ഇവിടെ വ്യക്തമാണ്. പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നീതി എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ അനുഷ്ഠാനം കൃത്യമായി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ ജോസഫ് നിയമം ലംഘിക്കുകയാണ്. എന്നിട്ടും ആ ജോസഫിനെ നോക്കി സുവിശേഷകൻ നീതിമാൻ എന്ന് വിളിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നീതി എന്നത് കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട പുണ്യമാണ്, സുഹൃതമാണ്. കരുണയില്ലാത്ത പ്രവൃത്തിയെ നീതി എന്ന് പുതിയ നിയമം ഒരിക്കലും വിശേഷിപ്പിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ ജോസഫിൽ നമ്മൾ കാണുന്ന ഗുണം ഈശോയിൽ കാണുന്ന കാരുണ്യത്തെയാണ് ഇവിടെ പ്രതിനിധീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തുടർന്നുള്ള വചനഭാഗങ്ങളിൽ, അതായത് സുവിശേഷത്തിൻ്റെ പല സ്ഥലങ്ങളിലും ദൈവമക്കളോട്, പ്രത്യേകിച്ച് സമൂഹമധ്യത്തിൽ അവഹേളിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, തിക്തവേദന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട്, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരായ വ്യക്തികളോട് കരുണയും അലിവും ആർദ്രതയും കാണിക്കുന്ന ഈശോയുടെ ചിത്രം വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജോസഫ് ഈശോയുടെ പ്രതിരൂപമായി നിലകൊള്ളുന്നതായി ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് പറ്റും. കാരണം ഒരിക്കൽ ഈശോയുടെ സന്നിധിയിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെയും കൊണ്ടുവരുന്നു. എന്നിട്ട് ഫരിസയരും നിയമജ്ഞരും ഈശോയോട് പറയുന്നു, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നിയമാവർത്തന പുസ്തകം 22-21 അനുസരിച്ച് ഇതാ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. നീ എന്തു പറയുന്നു? ഈശോ ആ സമയം കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ചോദ്യം ആവർത്തിച്ചു. അവസാനം ഈശോ തല ഉയർത്തി ഇപ്രകാരം മാത്രം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. പാപമില്ലാത്ത ഒരാൾ പോലും ആ സമൂഹത്തിൽ ഇല്ലാതിരുന്നതുകൊണ്ട് എല്ലാവരും കല്ലുകൾ താഴെയിട്ട് പോവുകയാണ്. സത്യത്തിൽ കല്ലെറിയാൻ അവകാശമുണ്ടായിരുന്നൊരു വ്യക്തി അവിടെയുണ്ട്, അത് ഈശോ തന്നെയാണ്. പാപം ചെയ്യാത്ത, പാപസ്പർശനമേൽക്കാത്ത ഒരേ ഒരു വ്യക്തി. ഈശോയ്ക്ക് വേണമെങ്കിൽ അവളെ കല്ലെറിയാമായിരുന്നു, അതോടൊപ്പം തെളിയിക്കാമായിരുന്നു താൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നും. തന്നിൽ പാപമില്ല, താൻ പരമപരിശുദ്ധനാണെന്ന് വേണമെങ്കിൽ ഈശോയ്ക്ക് തെളിയിക്കാമായിരുന്നു. കാരണം തൊട്ടു മുൻപ് ഈശോ തന്നെ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. പാപം ചെയ്തിട്ടുണ്ട് എന്ന കാരണം കൊണ്ടാണ് എല്ലാവരും കല്ലുകൾ താഴെയിട്ട് പോയത്. എന്നാൽ പാപം ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ദൈവപുത്രൻ കല്ലെടുക്കാനോ കല്ലെറിയാനോ തയ്യാറാകാതെ ആ സ്ത്രീയോട് വളരെ അനുകമ്പയോടെ, കരുണയോടെ സംസാരിക്കുകയാണ്. മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. സമാധാനത്തിൽ പോവുക, മേലിൽ പാപം ചെയ്യരുത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തിൽ പോവുക. കുറ്റപ്പെടുത്തുന്നൊരു വാക്ക്, പരിഹാസത്തിൻ്റെ ഒരു വാക്ക്, വേദനയുടെ ഒരു വാക്ക്, മുറിവിൻ്റെ ഒരു വാക്ക് പോലും കർത്താവിൻ്റെ നാവിൽ നിന്ന് ഉയരുന്നില്ല. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവം തന്നെയല്ലേ, ഈ കരുണയുടെ സ്വഭാവം തന്നെയല്ലേ ജോസഫിലും കാണുവാനായിട്ട് സാധിക്കുക. സത്യത്തിൽ ജോസഫ് ഏതൊരു സാധാരണ പുരുഷനെയും പോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്തുരുക്കി ജീവിക്കുമ്പോൾ അശനിപാതം പോലെ കടന്നു വരുന്നൊരു വാർത്തയാണ് തൻ്റെ പ്രതിശ്രുത വധു അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന പങ്കാളി
ഇതാ ഗർഭിണിയായിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ആകപ്പാടെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് തീർച്ചയായും വൈകാരികമായ പ്രക്ഷുബ്ധത നിറഞ്ഞ അവസ്ഥയിൽ വേണമെങ്കിൽ ഈ മറിയത്തെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാമായിരുന്നു, പ്രതികാരം നടപ്പാക്കാമായിരുന്നു. എന്നാൽ അതിനൊന്നും മുതിരാതെ ജോസഫ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ജോസഫ് അവളോട് കരുണ കാണിക്കാൻ തയ്യാറാകുന്നു. അതിനുവേണ്ടി അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? യഥാർത്ഥത്തിൽ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ജോസഫ് ഇവിടെ നടത്തുന്നത്. ഗർഭിണിയായ വധുവിനെ ഉപേക്ഷിച്ച് നാടുവിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ലോകത്തിൻ്റെ മുൻപിൽ ജോസഫ് സംശയത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വരും. കാരണം ഇതാ എത്രയോ വലിയ ക്രൂരതയാണ് ഇയാൾ ചെയ്തത്. ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ജോസഫ് എല്ലാവരുടെയും കണ്ണിൽ ഒരു കുറ്റവാളിയായി, ക്രൂരനായി, അല്ലെങ്കിൽ അവജ്ഞാപാത്രമായി ഒരു രഹസ്യ ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥ കടന്നു വന്നേനെ. അത്രയും ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ജോസഫ്, അത്രയും വലിയ കരുണയുടെ ജീവിതമായിരുന്നു ജോസഫ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ജോസഫിൻ്റെ അടുത്തേക്കാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ജോസഫ് മനസ്സിൽ എന്ത് വിചാരിച്ചിരുന്നോ അതാണ് ദൂതൻ വന്ന് ജോസഫിനോട് പറയുന്നത്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, നീ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ഉള്ളിലെ നൊമ്പരങ്ങളും എല്ലാം ദൈവം അറിയുന്നുണ്ട്. ദൈവം അതിനെല്ലാം ഉത്തരം നൽകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ ജോസഫിനെ പോലെ കരുണയുള്ളൊരു മനസ്സ് നമ്മൾ സ്വന്തമാക്കണം. നമ്മുടെ ആകുലതകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ജോസഫ് സുഹൃത്തുക്കളോട് ആലോചിക്കാൻ പോയില്ല, മാതാപിതാക്കളോട് ആലോചിക്കാൻ പോയില്ല, മറ്റാരോടും ആലോചിക്കാൻ നിന്നില്ല. ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം ദൂതനെ അയച്ച് ഉത്തരം കൊടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തമ്പുരാനിലേക്ക് ചേർത്ത് വെച്ച് ദൈവവുമായി ആലോചന നടത്തുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മിശിഹായുടെ പിറവിത്തിരുനാളിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ജോസഫിനെ പോലെ മറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.